ഹലോ. അപ്പോൾ യൂട്യൂബിന് ആവശ്യമായിട്ടുള്ള തമ്പനെയിലില്ലേ, അതെങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്യാൻവ ആപ്പ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ മേലെ സെർച്ച് ബാറിൽ പോയിട്ട് യൂട്യൂബ് തമ്പനെയിലിന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് അങ്ങനെ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കൂട്ടോ. മേലെ തന്നെ ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയൊരു പേജ് നമുക്ക് എടുക്കും. പിന്നെ അതിൻ്റെ താഴെ ഒരുപാട് നമ്മൾ ചെയ്യാൻ ഓപ്ഷൻസ് ആയിട്ടുള്ള ഒരുപാട് പേജസ് അതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു പേജ് എടുത്തിട്ട് കാണിച്ചു തരാം ഏതാണെന്ന്. ഒരുപാട് മോഡൽസ് ഉണ്ട്. വ്ളോഗിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് തംബ്നെയിൽസ് ഉള്ള പേജ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിതിൽ ഈ ഒരു വ്ളോഗിൻ്റെ ഇതെടുത്തിട്ട് കാണിച്ച ട്രാവൽസ് വ്ളോഗ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു തംബ്നെയിലാണ് കേട്ടോ. ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. കളർ വരെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാം ചെയ്ത് കൊടുക്കട്ടെ. അപ്പം ഞാൻ താഴെ കാണുന്ന ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ അതിൽ സെലക്ട് ചെയ്തേക്കട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തമ്പനെയിൽ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഫോൾഡർ അതിനായിട്ട് മാറ്റി വയ്ക്കുക. പെട്ടെന്ന് നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കുക. എന്നാൽ പെട്ടെന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ. അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ നിന്ന് ഒരു ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട് താഴെ കാണുന്ന ആഡ് ടു പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ആ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് മറ്റു ഫോട്ടോസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ തന്നെ അത് അതിലേക്ക് ആഡായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അടുത്തുള്ള ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഗാലറി ഓപ്ഷനിൽ എടുത്തിട്ട് അതിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസുള്ള അത് വേണമെങ്കിൽ പ്ലെയിനായിട്ട് എല്ലാം ചെയ്യട്ടോ. നമുക്കതിൻ്റെ കളേഴ്സ് മാറ്റി കൊടുക്കാനുള്ള ഇതുണ്ട് കേട്ടോ, ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതിൽ. അപ്പം ഞാനത് വലുതാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഇതിൽ ഞാൻ വലുതാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്ന് മറ്റേതുപോലെ എന്താ പറയുക ഫ്ലിപ്പ് ചെയ്താൽ അതിലേക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് വലുതാക്കി സൂം ചെയ്ത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ താഴെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബാക്ക്ഗ്രൗണ്ട് ഫ്രണ്ടിലോട്ട് ആക്കാനുള്ളത് ബാക്കിലോട്ട് ആക്കാനുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഒന്ന് 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാം ബാക്കിലോട്ടാവും കേട്ടോ. പിന്നെ അതിലുള്ള റൈറ്റപ്പൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മിനി വ്ളോഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ അതിൻ്റെ സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, കളേഴ്സ് മാറ്റി കൊടുക്കുക. പിന്നെ അതിലുള്ള എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ അതിൽ വരുന്ന നമുക്ക് പെയ്ഡ് ഉള്ളത് വരുന്നുണ്ട് കേട്ടോ. അതിൽ പെയ്ഡുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് എടുക്കാതിരിക്കുക. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സേവ് ചെയ്യാൻ കഴിയില്ല. പെയ്ഡ് ചെയ്താൽ മാത്രമേ അതിൽ സേവ് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. പിന്നെ ഞാൻ അതൊന്നും കൂടി മാറ്റിയിട്ട് കാണിച്ചിട്ട് തമ്പനെയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കാണുന്ന അതും ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം അതിൽ മാറ്റി കൊടുക്കുക. അതിൻ്റെ കളേഴ്സും മാറ്റി കൊടുക്കട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ ആ യെല്ലോ കളർ കാണിക്കുന്നത് നമുക്ക് കളേഴ്സും മാറ്റി കൊടുക്കാം. ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നടുക്കിലോട്ട് ആക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കളേഴ്സ് മാറ്റുന്ന കാണിച്ചിട്ട് താഴെ ഉണ്ടാവും കളേഴ്സ് എന്ന് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒരു തമ്പനെയിലിന് പറ്റിയുള്ള കളേഴ്സും അതിൽ അവൈലബിൾ ആവും. അതിൻ്റെ കൂടുതലായിട്ടുള്ള ആ കളേഴ്സും അവൈലബിൾ ആവും. അപ്പോൾ ഞാൻ തമ്പനെയിലിന് എഴുതിയിട്ടുള്ള അതിൻ്റെ കളേഴ്സ് ഞാൻ ചേഞ്ച് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലും അതേപോലെ ആ ലെറ്ററില്ലേ വലിയതാക്കി കൊടുത്തിട്ടുള്ള അതിൽ കളേഴ്സ് ഉണ്ടാവും. ഒരുപാട് കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ഒരു കളർ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പെയ്ഡുള്ളത് നോക്കിയിട്ട് അതെടുക്കരുത് കേട്ടോ. മേലെ കാണുന്ന ആരോ ബട്ടണില്ലേ, താഴോട്ട് കാണുന്ന ആരോ ബട്ടൺ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സേവ് ആയി കിട്ടും കേട്ടോ. നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ തമ്പനെയിൽ പെട്ടെന്ന് നമുക്കത് ആഡാക്കി കൊടുക്കാം. പിന്നെ ഒരു ഓപ്ഷൻസ് കൂടി ഞാൻ കാണിച്ചു തരാം. മുകളിലോട്ടുള്ള ആരോ മാർക്കില്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ നമുക്ക് ഏത് രീതിയിലാണ് നമുക്കത് സേവ് ചെയ്യേണ്ടത്, PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. പിന്നെ അത് വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ MP4 വീഡിയോസ് അതിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ PNG എന്ന് പറഞ്ഞിട്ട് അതിലാണ് കേട്ടോ സേവ് ചെയ്യണത്. അതിൽ സേവ് ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ല ഇതിൽ കിട്ടും കേട്ടോ സാധനം. പിന്നെ സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, എല്ലാം ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇങ്ങനെ ഡൗൺലോഡ് ചെയ്താലും നമുക്ക് സാധനം നമ്മുടെ ഗാലറിയിലേക്ക് കിട്ടും. അപ്പോൾ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനുള്ള റിപ്ലൈ തരാം.